മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ താരമാണ് ദേവി ചന്ദന. മെമിക്രി വേദികളിലൂടെ തുടങ്ങി കോമഡി സ്കിറ്റുകളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ താരം സീരിയസ് വില്ലത്തി വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്ത കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ദേവി ചന്ദന ചെയ്തിട്ടുണ്ട്. അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല, നർത്തകി എന്ന നിലയിലും പ്രശസ്തയാണ് ദേവി ചന്ദന. ഗായകനായ കിഷോറാണ് ദേവി ചന്ദനയുടെ ഭർത്താവ്. ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരദമ്പതിമാർ യൂട്യൂബിലൂടെ തങ്ങളുടെ വിശേഷം പങ്കുവച്ച് എത്താറുമുണ്ട്. പ്രേക്ഷകർ അത് ഏറ്റെടുക്കാറുമുണ്ട്. ഇപ്പോഴിതാ പുതുവർഷത്തോടനുബന്ധിച്ച് ദേവി ചന്ദനയും കിഷോറും പങ്കുവച്ച വ്ളോഗാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം പാളിപ്പോയ ന്യൂ ഇയർ റെസൊല്യൂഷനുകളെക്കുറിച്ചും പാലിക്കപ്പെട്ട റെസൊല്യൂഷനുകളെക്കുറിച്ചുമൊക്കെ ഇരുവരും വീഡിയോയിൽ സംസാരിക്കുന്നുമുണ്ട്. ഒട്ടുമിക്ക തീരുമാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി ചന്ദന സംസാരിച്ച് തുടങ്ങിയത്. നോ പറയേണ്ടിടത്ത് നോ പറയണമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചുവെന്നും ദേവി ചന്ദന പറഞ്ഞു. എല്ലാ വാർത്തയും ആദ്യം അറിയുന്നത് കിഷോറാണ്. ന്യൂസ് ചാനലുകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം കൂടിയാണ്. ഞാൻ മരിച്ചുവെന്ന് അടുത്തിടെ ഒരു ചാനലിൽ വാർത്ത വന്നുവെന്നാണ് പറയുന്നത്. ഞാൻ ആ സമയത്ത് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. കിഷോർ എന്നെ ഫോൺ വിളിച്ച് താൻ മരിച്ചോടോ, എന്താണ് അവസ്ഥ എന്ന്. ഇല്ല, ഞാൻ മരണപ്പെട്ടിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ദേവി ചന്ദനയും കിഷോറും പറഞ്ഞു. കഴിഞ്ഞ വർഷം കുറച്ചുനാൾ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ദേവി ചന്ദന ആശുപത്രിയിലായിരുന്നു. ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ദേവി ചന്ദനയും ഭർത്താവും ഒരിക്കൽ വ്ളോഗിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു. ആശുപത്രിയിലായിരുന്നത് മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുവെന്നും ദേവി ചന്ദന പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വാർത്തകൾ വളരെയധികം ഭീതി നൽകുന്നതാണെന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തവയാണെന്നും ദേവി ചന്ദനയും ഭർത്താവും കൂട്ടിച്ചേർത്തു.